4 സംസ്ഥാനങ്ങളിലും മുഖ്യമന്ത്രി വന്നിട്ടും കേരളത്തിൽ മുഖ്യമന്ത്രി വന്നില്ല. അതിൻ്റെ പേരിൽ വലിയ വാഗ്വാദങ്ങൾ ഉണ്ടായി. അവസാനം KC വേണുഗോപാൽ മുഖ്യമന്ത്രി ആകും എന്നുള്ള ഘട്ടത്തിലാണ് ഇപ്പോൾ VD സതീശൻ്റെ പേര് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അപ്പം ED സതീശൻ കഴിഞ്ഞ 5 വർഷം നടത്തിയ ത്യാഗപൂർണമായ പോരാട്ടത്തിലൂടെയാണ് അദ്ദേഹം ഇത്തവണ മുഖ്യമന്ത്രിയായി തീർന്നത് എന്നുള്ള വിശകലനമാണ് എല്ലാവർക്കുമുള്ളത്. അതുകൊണ്ടാണ് കേരളത്തിലെ എല്ലാ ഘടകകക്ഷികളും അദ്ദേഹത്തോടൊപ്പം നിന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം, രമേശ് ചെന്നിത്തല 2016 മുതൽ 2021 വരെ പ്രതിപക്ഷ നേതാവായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് ഇതേപോലെ ഒരു വിജയം കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതേസമയത്ത് VD സതീശൻ ആ വിജയം കണ്ടെത്തിയിരിക്കുന്നു. ഇതിൽ എന്താണ് VD സതീശൻ ചെയ്തത്, എന്താണ് രമേശ് ചെന്നിത്തല ചെയ്യാത്തത് എന്നതിനെ കുറിച്ചുള്ള ചർച്ചയാണ് നമ്മുടെ മുന്നിലുള്ള. ഇപ്പോൾ നമ്മുടെ ഒപ്പമുള്ളത് PH മാഷാണ്, അതോടൊപ്പം ശ്രീ രതീഷ് ചക്രപാണിയാണ്. നമുക്ക് ആദ്യം PH മാസ്റ്ററോട് ചോദിക്കാം. മാഷെ, ഈ രമേശ് ചെന്നിത്തലയ്ക്ക് കഴിയാത്തതും അതേസമയത്ത് VD സതീശന് കഴിഞ്ഞതുമായ കാര്യം എങ്ങനെയാണ് അങ്ങ് വിലയിരുത്തുന്നത്? നമ്മൾ അത് നോക്കുമ്പോൾ ആ തെരഞ്ഞെടുപ്പിൻ്റെ സ്വഭാവങ്ങളുണ്ട്. 2021 തെരഞ്ഞെടുപ്പിലെ അപ്രതീക്ഷിതമായിട്ടാണ് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്നത്. അതിന് പ്രധാനമായിട്ട് ഞാൻ കണക്കാക്കിയ ഘടകം എന്ന് പറയുന്നത് ഒന്ന് കോവിഡും മറ്റൊന്ന് പ്രളയവും. പിന്നെ അങ്ങനെ കുറേ ദുരന്തങ്ങളുണ്ടായ സമയത്ത് ആ ദുരന്തം മുഖത്ത് വളരെ കൃത്യമായിട്ട് സർവീസ് മൈൻഡോടുകൂടി പ്രവർത്തിക്കാനായിട്ടുള്ള സംഘടനാ സംവിധാനം എന്ന് പറയുന്നത് CPM-നുണ്ടായിരുന്നു. അവർ കൃത്യമായിട്ട് അത് നിർവഹിക്കുകയും അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ശരിക്കും പറഞ്ഞാൽ ഈ പിണറായി സർക്കാരിന് ലഭിച്ചു. അതുകൊണ്ടാണ് ആ സാധാരണമായിട്ടുള്ള രീതിയിൽ രണ്ടാം പിണറായി സർക്കാർ വരുന്നത്. ശരി, എന്നാൽ ആ സമയത്ത് രമേശ് ചെന്നിത്തല നടത്തിയിരുന്നതായിട്ടുള്ള പ്രവർത്തനം നല്ല പ്രതിപക്ഷ നേതാവ് എന്ന നിലക്ക് പല കാര്യങ്ങളും അദ്ദേഹം കൊണ്ടുവന്നു. അദ്ദേഹം നിരവധി അഴിമതി ആരോപണങ്ങൾ കൊണ്ടുവന്ന ഇലക്ഷനാണ്. അങ്ങനെയായിരുന്നു. അദ്ദേഹം നിയമസഭയിൽ കണ്ടിന്യൂസ് ആയിട്ട് കൃത്യമായി തെളിവുകളോട് കൂടി സ്പ്രിംഗ്ലർ വിവാഹം തുടങ്ങി പിന്നെ 15 കാര്യങ്ങൾ കൊണ്ടുവന്ന് കേരളത്തിൽ VD സതീശൻ കൊണ്ടുവന്നതിനേക്കാൾ അഴിമതികൾ അദ്ദേഹം കൊണ്ടുവന്നിരുന്നു. അത് ശരിയാണ്. അത് പക്ഷേ വിജയിക്കാൻ കഴിഞ്ഞില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഒരു ഫാക്ടർ അതിനകത്ത് പ്രധാനപ്പെട്ടതാണ്. അത് VD സതീശൻ്റെ കാലത്ത് വരുന്ന സമയത്ത് പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ രണ്ടാം പിണറായി സർക്കാർ വളരെ മോശമായി പ്രവർത്തിക്കുന്ന ഒരു സർക്കാരായി മാറിത്തീരുകയും ആ സർക്കാരിനെതിരെയുള്ള ഒരു ജനവിരുദ്ധ വികാരം, അതാണ് നമ്മൾ എന്താണ് ഭരണവിരുദ്ധ വികാരം എന്ന നിലക്ക് പറയുന്നത്, അത് വളരെ ശക്തമായിട്ട് വരികയും അങ്ങനെ UDF-ന് അനുകൂലമായിട്ടുള്ള ഒരു ട്രെൻഡ് തന്നെ രൂപപ്പെടുകയും ചെയ്തു. എന്താണ് ഇവർ തമ്മിൽ ഇക്കാര്യത്തിൽ വ്യത്യാസം എന്ന് ചോദിച്ചാൽ, VD സതീശൻ തനിക്ക് മുന്നിൽ ഉയർന്നു വന്ന സാഹചര്യങ്ങൾ വളരെ ഫലപ്രദമായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കുന്നതിൽ വിജയിച്ച ഒരാളാണ്. വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ഓരോരോ കാര്യങ്ങളും പോയിൻ്റ് ഔട്ട് ചെയ്ത്, മാത്രമല്ല നിയമസഭയ്ക്കകത്ത് വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്ത് ജനവികാരത്തെ സർക്കാരിനെതിരായിട്ട് തിരിക്കുന്നതിലും സതീശന് നന്നായിട്ട് വിജയിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്നതിൽ, നിയമസഭയിൽ പ്രസൻറ്റ് ചെയ്യുന്നതിൽ സതീശനുണ്ടായ വിജയം എന്ന് പറയുന്നത് സർക്കാർ വിരുദ്ധ വികാരത്തെ ശക്തിപ്പെടുത്തുന്നതിന് സഹായകരമായിട്ട്, അതാണ് ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്. ഞാനിതിനകത്ത് കാണുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, രമേശ് ചെന്നിത്തലയ്ക്ക് അതിനുള്ള ഭാഗ്യം കിട്ടിയില്ല. കാരണം എന്ന് വെച്ചാൽ ഈ പറയുന്ന സംഭവങ്ങൾ അദ്ദേഹം നേരത്തെ പറഞ്ഞ ശരിയാണ്, വളരെയധികം അഴിമതി, VD സതീശനെക്കാട്ടും കൂടുതലായ അഴിമതികൾ നിയമസഭയിൽ കൊണ്ടുവരികയും പോരാട്ടം നടത്തുകയും തുടർച്ചയായി മുൾമുനയിൽ നിർത്തുകയും ചെയ്തൊരു ഘട്ടമായിരുന്നു. അപ്പോൾ VD സതീശനെക്കാട് അദ്ദേഹം നിയമസഭയിൽ അഴിമതികൾ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്, പത്രസമ്മേളനങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ അത് ജനങ്ങളിലേക്ക് വേണ്ടത്ര അന്നത്തെ പ്രശ്നം ഞാൻ പറഞ്ഞില്ല, അതല്ല അതിനെ മറികടന്നത് മുഴുവനും ഈ എന്താണ് നമ്മുടെ കോവിഡും മറ്റു സംഭവങ്ങളൊക്കെ ഉണ്ടായ സമയത്തുള്ള ഈ എന്താണ് സേവനപരമായിട്ടുള്ള മേഖലയിൽ ഇടതുപക്ഷ മുന്നണി നേടിയ വിജയമാണ് യഥാർത്ഥത്തിൽ അതിനെ കവർ ചെയ്തു പോയി. അതുകൊണ്ട് പിന്നീട് വരുന്ന ഈ 5 വർഷം ഉണ്ടല്ല, VD സതീശൻ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന സമയത്ത് രമേശ് ചെന്നിത്തല എന്ത് ചെയ്തു? രമേശ് ചെന്നിത്തല ഒന്നും ചെയ്തില്ല. അതാണ് പ്രധാനം. എല്ലാ കാര്യങ്ങളും VD സതീശൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇടയ്ക്ക് ഒരു പ്രസ്താവന അപ്പുറത്ത് വരും എന്നല്ലാണ്ട് അവിടെ VD സതീശൻ കൃത്യമായിട്ട് ഈ പാർട്ടിയുടെ അണികൾക്കൊപ്പം നിന്ന് ഞാനാണ് ഫൈറ്റ് ചെയ്യുന്നത് എന്നുള്ള ഫീൽ ഉണ്ടാക്കുന്നതിൽ വിജയിച്ചിട്ടുണ്ട് കൃത്യമായിട്ട്. ഒപ്പം നടക്കുമായിരുന്നു. ആ സമയത്ത് രമേശ് ചെന്നിത്തലയെ നമുക്ക് അവിടെ ഒന്നും കാണാൻ കഴിയില്ല, ഇടയ്ക്കൊരു പ്രസ്താവന വരും എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ അദ്ദേഹം യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലീഡർഷിപ്പിൽ നിന്ന് രണ്ടാം പൊസിഷനിലേക്ക് മാറ്റം ചെയ്യപ്പെടുന്നുണ്ട്. അങ്ങനെയല്ലേ സംഭവിക്കുന്നത് ശരിക്കും? അത് മാത്രമാണോ ആക്ച്വലി
അതായത് രമേശ് ചെന്നിത്തല അദ്ദേഹം പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ നന്നായി പ്രവർത്തിച്ചെങ്കിലും അടിത്തട്ടിലേക്ക് ജനങ്ങളിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതല്ലേ അന്നത്തെ മറ്റു സാഹചര്യം കാണാതെ നമുക്ക് അങ്ങനെ, അല്ലെങ്കിൽ ഒരിക്കൽ നാച്ചുറലായിട്ട് സംഭവിക്കേണ്ടത് എന്താണ്, 5 വർഷം കഴിയുമ്പോൾ തീർച്ചയായിട്ടും UDF വരേണ്ടതാണ്, LDF വരാതെ പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഘടകം കോവിഡ് ആണെന്നാണ് ഞാൻ പറയുന്നത്. കോവിഡ് അവസാന കാലഘട്ടത്തിലുണ്ടായ ഒരു പ്രതിഭാസമാണല്ലോ അതുകൊണ്ട് ശരിക്ക് കൃത്യമായി ധാരാളം അഴിമതി കഥകളും അതിനകത്ത് ധാരാളം ഇഷ്യൂസും ഉണ്ടായിട്ടും അതിനൊക്കെ കവർ ചെയ്യാൻ രമേശ് ചെന്നിത്തലേൻ്റെ ഭാഗത്ത് നിന്ന് വേണ്ട രീതിയിൽ പ്രവർത്തനം നടത്താത്തത് കൊണ്ടല്ലേ ശരിക്ക് അദ്ദേഹത്തിന് പരാജയപ്പെടില്ല. അത് മാത്രമല്ലെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. എന്താണ് ഒരു ദുരന്തം ഉണ്ടാകുന്ന സമയത്തെ നമുക്കൊരു രക്ഷകൻ ആവശ്യമായിട്ട് വരും. ആ സമയത്ത് രക്ഷകൻ്റെ റോളിലേക്ക് ഉയരാനായിട്ട് പിണറായി കഴിഞ്ഞു. അത് മാത്രമാണോ? അദ്ദേഹം വൈകുന്നേരം 6 മണിക്ക് പ്രത്യക്ഷപ്പെട്ട് രക്ഷകനായി എന്നുള്ളത് സത്യമാണ്. കിറ്റും പെൻഷനും കൊടുത്തു എന്നുള്ളത് ശരിയാണ്. അതായത് കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്ന കിറ്റ് തൻ്റേതാണെന്ന് പറഞ്ഞ് കിറ്റ് കൊടുത്തു, പെൻഷൻ 2 മാസത്തെ കൊടുത്തു, അങ്ങനെ വിജയിപ്പിക്കാൻ പറ്റി എന്നുള്ളത് ശരിയാണ്. പക്ഷേ അടിത്തട്ടിലൊരു പ്രവർത്തനം രമേശ് ചെന്നിത്തല നടത്തിയിരുന്നു, ഈ VD സതീശൻ ചെയ്യുന്ന പോലെ. നിങ്ങൾ രണ്ടുപേരും പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണ്, പക്ഷെ അതിനേക്കാൾ കുറച്ചുകൂടി സൂക്ഷ്മമായിട്ട് ഇതിനെ കാണേണ്ടതുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇപ്പം 2001 ഇതിനു മുമ്പ് കോൺഗ്രസിന് ആകെ കനത്ത ഒരു വിജയം ഉണ്ടായിട്ടുള്ളത്. മുഖ്യമന്ത്രിയായിരിക്കും. അത് 99 സീറ്റുകൾ കിട്ടി. അതിനുശേഷം 49% വോട്ടുകളും കിട്ടി. അതിനുശേഷം ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ വിജയത്തിൽ പോലും 49ലേക്ക് എത്താൻ പറ്റിയിട്ടില്ല. പക്ഷേ എങ്കിൽ പോലും വലിയ വിജയം ഉണ്ടായി. അതിൻ്റെ കാരണമെന്ന് ഞാൻ വിചാരിക്കുന്നത് ഏറ്റവും ആദ്യത്തെ കാര്യം, ഒന്നാമത്തത് CPM VD സതീശനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. കാരണം രമേശ് ചെന്നിത്തല പോലെ തന്നെ ഒരു പ്രതിപക്ഷ നേതാവായിരിക്കും എന്ന് വിചാരിച്ചു. ഒന്ന്. രണ്ടാമത്തത് VD സതീശൻ എന്ന് പറയുന്ന ആളുടെ ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് അദ്ദേഹം കഴിഞ്ഞ ഈ 20 കൊല്ലങ്ങളിൽ കോൺഗ്രസിന് എന്താണ് പറ്റിയിട്ടുള്ളത്, എങ്ങനെയാണ് തോറ്റിട്ടുള്ളത്, എങ്ങനെയാണ് കേരള രാഷ്ട്രീയം മാറിയിട്ടുള്ളത് എന്നുള്ളതിനെ കുറിച്ച് വളരെ വിശദമായിട്ടുള്ള പഠിക്കുകയും അതിനനുസരിച്ചുള്ള ഒരു സ്ട്രാറ്റജി കൃത്യമായിട്ട് ബിൽഡ് ചെയ്യുകയും ചെയ്തു. ഉദാഹരണത്തിന് രമേശ് ചെന്നിത്തല സ്പ്രിംഗ്ലർ എന്ന് പറഞ്ഞൊരു അഴിമതി കാര്യം കൊണ്ടുവന്നു. അതിൽ യഥാർത്ഥത്തിൽ ഗവൺമെന്റ് പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നാട്ടിലൊന്നും സ്പ്രിംഗ്ലർ ചർച്ചയല്ല. യഥാർത്ഥത്തിൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് പോലും സ്പ്രിംഗ്ലർ എന്താണെന്ന് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊരു 10 മാധ്യമപ്രവർത്തകരോട് ചോദിച്ചിട്ട് അവർക്ക് പോലും എന്താണെന്ന് അറിയില്ല. അപ്പോൾ അത്തരത്തിലുള്ള വിഷയങ്ങളാണ് അദ്ദേഹം സെലക്ട് ചെയ്തത്. അതേസമയം VD സതീശൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഒരു പബ്ലിക് അറ്റ് എ ലാർജ് എന്ത് ചെയ്യണം, അതായത് മൊത്തം ജനങ്ങളെയും ഒരു നരേറ്റീവ് ബിൽഡ് ചെയ്യുകയും അവരെ കൊണ്ട് അത് വിശ്വസിപ്പിക്കാൻ കഴിയണമെന്ന് മനസ്സിലായി. അതിന്റെ ഭാഗമായിട്ട് ആദ്യം എന്ത് ചെയ്തു, ഒരു സേവിയർ, ഒരു രക്ഷകൻ അല്ലെങ്കിൽ ഒരു കരുതൽ മുഖ്യമന്ത്രി എന്ന് പറയുന്ന പിണറായി വിജയന്റെ ഇമേജ് പൊളിച്ചേ പറ്റൂ എന്നുള്ളത് അദ്ദേഹത്തിന് മനസ്സിലായി. ഒന്ന്. അപ്പോൾ അത് പൊളിക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളത് തീരുമാനിച്ചുകൊണ്ട് കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജികൾ അത് ചെയ്യേണ്ടതാണ്. ആ തന്ത്രങ്ങൾ ബിൽഡ് ചെയ്തുകൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു ഇമേജ് പൊളിച്ചത്. ഇതിനു മുമ്പ് തന്നെ അദ്ദേഹം കണ്ടെത്തിയ മറ്റൊരു കാര്യമുണ്ട്. 2019 തെരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 111 സീറ്റുകളിൽ വിജയമാണ് UDF. പക്ഷേ 2021 അത് ആവർത്തിക്കാൻ പറ്റിയില്ല. 2024 അതുപോലെ തന്നെ 100-ലധികം സീറ്റുകൾ നേടിയെന്ന വിജയമുണ്ടായി. അതായത് 66 ലക്ഷം വോട്ടുകളിലേക്ക് LDF ഒതുങ്ങിപ്പോയി. നിങ്ങൾ ആലോചിക്കണം, ഈ തെരഞ്ഞെടുപ്പിൽ പോലും യഥാർത്ഥത്തിൽ ഇപ്പൊ 81 ലക്ഷം വോട്ടുണ്ട് അവർക്ക്. അതേസമയം ലോക്സഭയിൽ അതിനേക്കാൾ വലിയ പരാജയമായിരുന്നു. അപ്പൊ ആ ഒരു സംഭവം എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ന്യൂനപക്ഷ കൺസോൾട്ടേഷൻ കോൺഗ്രസിന് അനുകൂലമായി ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് മനസ്സിലായി. ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള നിരവധി സൂക്ഷ്മമായിട്ടുള്ള കാര്യങ്ങളെ വിലയിരുത്തുന്നതിൽ സതീശൻ എപ്പോഴും വളരെ മിടുക്കനാണ്. കാരണം സതീശനെ സംബന്ധിച്ചോളം ഞാൻ ഈ രണ്ടുപേരുമായിട്ട് കുറച്ച് സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഇപ്പൊ നമ്മളൊരു PPT കൊണ്ട് സതീശനെ കാണിക്കുമ്പോൾ തന്നെ സതീശൻ അതിനെക്കുറിച്ച് വളരെ വെൽ അവെയറാണ്. ഞാൻ പറയുന്നത് പലപ്പോഴും കൃത്യമായ അവെയറാണ്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലപ്പോഴും ഓരോ മണ്ഡലങ്ങളിലെയും മുമ്പത്തെ കണക്കുകളും അതിന് മുമ്പത്തെ കണക്കുകളും 10-20 കൊല്ലം മുതൽ ഡീറ്റെയിൽസും ഒക്കെ ഏതാണ്ട് അദ്ദേഹത്തിന് അറിയാം, അല്ലെങ്കിൽ അതൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അത്തരത്തിൽ കേരളത്തിൽ എന്ത് ചെയ്താലാണ് വിജയിക്കുക എന്നതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുന്നതിൽ വിജയിക്കുകയും മാധ്യമങ്ങളുടെ പിന്തുണ കൃത്യമായിട്ട് അതിൽ നേടുന്നതിൽ വളരെ കൃത്യമായി ഇദ്ദേഹം വിജയിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചോളം രമേശ് ചെന്നിത്തല കുറച്ചുകൂടി അലസമായി ഇതിനെ കണ്ടു എന്ന് പറഞ്ഞാൽ 5 കൊല്ലം കഴിയുമ്പോൾ എന്ത് ചെയ്തോളും, ഭരണം മാറിക്കോളും, ഡോണ്ട് വറി, നമുക്ക് എന്ത് ചെയ്യും, എളുപ്പത്തിൽ എന്ത് ജയിക്കും. ഇവിടെ കോൺഗ്രസ് എല്ലാ കാലത്തും ജയിച്ചിട്ടുള്ളത് എങ്ങനെയാണെന്ന് അറിയാം. അതാണ് ഏറ്റവും വലിയ കോമഡി. ആ കോൺഗ്രസ് ജയിക്കുന്നത് എങ്ങനെയാണ്, ഒരൊറ്റ കാര്യം കൊണ്ടാണ്. അതായത് CPM ഭരിക്കും, അപ്പൊ അതിൽ കുറച്ച് കുഴപ്പങ്ങൾ ഉണ്ടാവും, അതുകൊണ്ട് ഞങ്ങൾ ജയിക്കും, ഞങ്ങൾ ഭരണത്തിലിരിക്കുമ്പോൾ എന്ത് ചെയ്യും, അതുപോലെ ഇവരെന്ത് ചെയ്യും, ജയിക്കും. ആര്, ഈ പറയുന്ന കോൺഗ്രസ് ഭരണത്തിലേക്ക് വരും, അല്ല അതുപോലെ തിരിച്ച് CPM വരും. അപ്പൊ 5 കൊല്ലം കഴിയുമ്പോൾ ഈ മാറ്റം ഉണ്ടാകും എന്ന് പറയുന്ന ഒരു അലസതയിൽ കുറച്ചുകൂടി ഇതിനെ കണ്ടു. അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയുടെ കൂട്ടത്തിലുള്ള ആളുകൾ മുഴുവൻ ഇതിനെ
കണ്ടു. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ കണ്ടതുകൊണ്ടാണ് ഇതിലുള്ള പ്രശ്നം ഉണ്ടായത്. ഞാനിപ്പോൾ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കുന്നില്ല, നിങ്ങൾ ചോദിച്ചാൽ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. ഈ പറയുന്ന ഒരു സ്ട്രാറ്റജി വളരെ കൃത്യമായി നമ്മളൊന്ന് എടുത്തു നോക്കോ. രണ്ടാം പിണറായി സർക്കാർ മുതൽ കടക്കുപുറത്ത് മുതൽ ഈ പറയുന്ന ആരോഗ്യരംഗത്തെ വിമർശനങ്ങൾ വരെ വളരെ കൃത്യമായി സ്ട്രാറ്റജിക്കലി അത് പ്ലേസ് ചെയ്തു. ആ പ്ലേസിങ്ങിൽ വളരെ കൃത്യമായ ഒരു തന്ത്രപരമായ ഇടപെടൽ, വളരെ കൃത്യമായ പഠനവും സ്റ്റാറ്റിസ്റ്റിക്സിന്റെയും ഡാറ്റകളുടെയും അടിസ്ഥാനത്തിലുള്ള ഇടപെടലും VS അച്യുതാനന്ദൻ എങ്ങനെയാണ് 2006 അധികാരത്തിലേക്ക് വരുന്നതെന്ന് വെച്ചാൽ പബ്ലിക് അറ്റ് ലാർജിന് അടിച്ചുകൊണ്ടാണ്. കാരണം വെച്ചാൽ ഒരു സമയത്ത് നോക്കില്ല, എല്ലാവർക്കും ഒരു പൊതുസ്വീകാരനായിട്ടുള്ള ഒരാളായി അദ്ദേഹം എങ്ങനെയാണ് മാറിയത് എന്നുള്ളതിനെ കുറിച്ചെല്ലാം വളരെ കൃത്യമായ ബോധ്യം ആർക്ക് വന്നിരുന്നു? കാരണം സതീശൻ അറിയാവുന്ന ഒരു കാര്യമുണ്ട്, ശരിക്കും പാർട്ടി CPM കൂടി വിചാരിച്ചിരുന്നുവെങ്കിൽ കൃത്യമായി രണ്ടാം തുടർഭരണം ആദ്യം VS തന്നെ കിട്ടും. അതായത് 2 മണ്ഡലങ്ങളിലെ വിജയം, അതും എത്ര 1000-ൽ താഴെയുള്ള വിജയം കൊണ്ടാണ് പോയത്. അപ്പൊ അത്തരം കാര്യങ്ങളെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു സ്ട്രാറ്റജിക്സ് എടുത്ത് പഠിക്കുകയും അതിനനുസരിച്ചുള്ള ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുകയും ചെയ്തു. അത് ബിൽഡ് ചെയ്യുന്നതിനനുസരിച്ച് കൃത്യമായത് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് എന്ത് ചെയ്തു? വരുത്തി. ഇനി അതോടൊപ്പം അദ്ദേഹം വേറൊരു കാര്യം താങ്കൾ പറഞ്ഞുകൂടി ചെയ്തു. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉപതെരഞ്ഞെടുപ്പുകൾ കണ്ടിന്യൂസ് ആയി വിജയിപ്പിക്കാനുള്ള പരിശ്രമം നടത്തിയോണ്ട് എന്താ ഒരു കോൺഗ്രസിന് ഇവിടെ ജയിക്കാൻ കഴിയുമെന്ന് പറയുന്ന ഒരു വിശ്വാസം ബിൽഡ് ചെയ്യുന്നതിൽ അത് വലിയ പങ്ക് വഹിച്ചു. ഈവൻ നിലമ്പൂരടക്കം ഇപ്പൊ എന്ത് ഒക്കെ സാഹചര്യം പറഞ്ഞാലും, സാഹചര്യങ്ങളിലേക്ക് എനിക്കെതിരെ അഭിപ്രായമുണ്ട്, പക്ഷെ എങ്കിൽ പോലും നിങ്ങൾ അറിയേണ്ടത് പാലക്കാടാണെങ്കിലും നിലമ്പൂരാണെങ്കിലും ബാക്കിയുള്ള സ്ഥലങ്ങളിലാണെങ്കിലും സ്റ്റബേൺ ആയിട്ടുള്ള സ്റ്റാൻഡ് എടുക്കുന്ന ഒരാൾ എന്ന് പറയുന്ന നിലപാട് അദ്ദേഹം രാജകുമാരൻ എന്ന് പറഞ്ഞ ഒരു ഇമേജ് ബിൽഡ് ചെയ്യാൻ സഹായിച്ചു. ഏഷ്യാനെറ്റ് മീഡിയ കൊണ്ടൊക്കെ കൈയച്ച് സഹായിച്ചു, അത് സത്യമാണ്. പക്ഷെ എങ്കിൽ പോലും അതിനെല്ലാം ഇതിന്റെ ഒപ്പം എന്താണ് സംഭവിച്ചുകൊണ്ടിരുന്നത് വേറൊരു കാര്യം കൂടി അറിയോ? രമേശ് ചെന്നിത്തല എങ്ങനെ ഇപ്പോഴത്തെ രമേശ് ചെന്നിത്തല ആയിരുന്നു കൂടി നിങ്ങൾ അറിയണം. നിങ്ങൾ എത്രത്തോളം, ഞാനിപ്പോ ആ പടി കുറച്ച് ചെയ്യുന്ന ഒരാളെ പഠിച്ചിട്ടുണ്ട്. ഞാൻ ഇദ്ദേഹത്തിന്റെ ഒരു വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു അനാലിസിസ് എടുത്തിട്ടുണ്ട് രമേശ് ചെന്നിത്തല. ഈ രമേശ് ചെന്നിത്തലയെ നിങ്ങൾ അറിയേണ്ടത് സോഷ്യൽ മീഡിയയിൽ എല്ലാം ഇട്ടിട്ട് ഉസ്മാൻ എന്നും ബാക്കിയുള്ളതൊന്നും ഒക്കെ വിളിച്ചിട്ടുള്ള നിരവധി കളിയാക്കലുകളുടെ വലിയ കേന്ദ്രമായി മാറി. എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയുന്നത് ആരും ഗൗരവത്തിൽ എടുക്കാത്തൊരു അവസ്ഥയിലേക്ക് എന്ത് ചെയ്തു? എത്തിച്ചേർന്നു. ഒന്ന്. ഇനി രണ്ടാമത്തത്, അദ്ദേഹത്തിന് വേണ്ടി പറയുന്ന ആളുകൾ ഉണ്ടായിരുന്നു, നിരവധി ആളുകളെ പല ചാനലുകളും, ഞാനിപ്പോൾ പേരൊന്നും പറയുന്നില്ല, അത് നമുക്കെല്ലാം അറിയാം, അത്തരത്തിലുള്ള ആളുകളുണ്ടായിരുന്നു. ഈ ആളുകൾ എന്ത് ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ ഒരു ഡിസ്പ്രപ്പോർഷനേറ്റായി ഒരാളെ എന്ത് ചെയ്തു? വിമർശിച്ചു. ഈ ഡിസ്പ്രപ്പോർഷനേറ്റായി വിമർശിക്കുമ്പോഴുള്ള പ്രശ്നം എന്താണെന്നറിയോ? ഇപ്പം ഞാനും PSM മാഷും കൂടി ഒരു ഉന്തും തെള്ളും ഉണ്ടായി എന്ന് പറഞ്ഞാൽ PSM മാഷ എന്ന സൂചി കൊണ്ട് കുത്തി എന്ന് പറയുമ്പോഴത്തേക്കും ആളുകൾ PSM മാഷ കുറ്റം പറയും. ശരിയാണ്, PSM മാഷ അത് ചെയ്യാൻ പാടില്ലായിരുന്നു, വൃത്തികേടായി പോയെന്ന് പറയും. പക്ഷേ എന്നെ സൂചി കൊണ്ട് കുത്തുമ്പോഴേക്കും ഞാൻ എന്ത് ചെയ്തു? മറ്റൊരാളുടെ മുഖം പിടിച്ച് ചോര വരുത്തി കഴിഞ്ഞാൽ ആരെ കുറ്റം പറയും? CPM-നൊക്കെ പറ്റിയത് അതാണ്. ഇപ്പം ഒരു ജേർണലിസ്റ്റ് ഇരുന്ന് CPM-നെ വിമർശിക്കുന്നു എന്ന് പറയുമ്പോൾ അവരുടെ അച്ഛനും അമ്മക്കും വിളിക്കുകയോ അല്ലെങ്കിൽ അവരെക്കുറിച്ച് വൃത്തികേട് പറയുകയോ ചെയ്യുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ അവർ പറഞ്ഞ തെറ്റായിട്ടുള്ള കാര്യം, അവർ പറഞ്ഞ വസ്തുതാപരമല്ല, തെറ്റാണ്. പക്ഷെ ആ തെറ്റായിട്ടുള്ള കാര്യത്തെ പോലും ഡിഫെൻഡ് ചെയ്യാനായിട്ട് ഓവറായിട്ടുള്ള കാര്യം എന്ത് ചെയ്തു പോയി. അപ്പോൾ ഇത്തരത്തിലുള്ള നിരവധി അബദ്ധങ്ങൾ ഉണ്ടായിരുന്നു. അതേസമയം VD സതീശന്റെ കാര്യത്തിൽ ഇതെല്ലാം കൃത്യമായിട്ട് എന്ത് ചെയ്തു? പ്രപ്പോർഷനേറ്റ് ആണ്. ഞാൻ ഒറ്റ ഉദാഹരണം മാത്രം പറയാം. വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹത്തെ വളരെ മോശമായി പറയുമ്പോൾ പോലും അദ്ദേഹത്തിന്റെ അനുയായികളും അണികളും ഒക്കെ പലതും പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ അദ്ദേഹം പറഞ്ഞ വാചകം എന്താണെന്നറിയോ? 100 സീറ്റ് കിട്ടിയില്ലെങ്കിലും താങ്കൾ SNDPയുടെ സെക്രട്ടറി സ്ഥാനം ഒന്ന് രാജി വെക്കണ്ട, പകരം എന്ത് ചെയ്താൽ മതി? പകരം നിങ്ങൾ അവിടെ തന്നെ തുടർന്നോളൂ, പക്ഷെ ഞാൻ ഇല്ലെങ്കിൽ ഞാൻ രാജിവെച്ചോളാം, പക്ഷെ അങ്ങ് വർഗീയത പറഞ്ഞാൽ ഞങ്ങളെ എതിർക്കുമെന്നുള്ളതാണ്. സോ എന്ന് പറഞ്ഞാൽ ഒരു പൊതുസമൂഹത്തിലെ 80-90% പേർക്കും ആ നിലപാട് വളരെ സ്വീകാര്യമായി തോന്നും. അതേസമയം വളരെ ആക്രോശിച്ച് അറ്റാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ തരംഗമാവും, പക്ഷെ അത് 10% ആളുകൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? അട്രാക്ട് ചെയ്യുള്ളൂ. ഇത്തരത്തിൽ വളരെ കൃത്യമായി കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള ഒരു ഇമേജ് കൃത്യമായിട്ട് ബിൽഡ് ചെയ്യാനായിട്ട് കഴിഞ്ഞു എന്നുള്ളതൊരു വാസ്തവമാണ്. അതോടൊപ്പം തന്നെ പിണറായി വിജയനെതിരെ എങ്ങനെയാണ് യുദ്ധം നയിക്കേണ്ടത്, വികസന പ്രവർത്തനങ്ങളോ ബാക്കിയുള്ളതോ ഒന്നുമല്ല, വളരെ ഇമോഷണലായ ആളുകളായിട്ട് കണക്ട് ചെയ്യാവുന്ന നിരവധി വിഷയങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്തു? ചർച്ച ആക്കി. ഈ ചർച്ചയാക്കുന്നതിനോടൊപ്പം വേറൊരു കാര്യം കൂടി പറ്റി. VD സതീശന നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രപ്പോർഷനും ഇല്ലാതെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കാമെന്ന് പറഞ്ഞ തോന്നലും അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ കഴിഞ്ഞു. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവ് ആയിരുന്നില്ല രമേശ് ചെന്നിത്തല എന്നുള്ളത് എനിക്ക് നേരത്തെ തന്നെ തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ അദ്ദേഹവുമായി ബന്ധപ്പെട്ട പലരോടും ഇത് തുറന്ന് സത്യം പറഞ്ഞാൽ പറയും. നമുക്കിപ്പോൾ അദ്ദേഹത്തെ വിമർശിക്കുന്നൊന്നുമില്ല, അദ്ദേഹം ആള് കുഴപ്പമില്ലാത്ത നല്ലൊരു മനുഷ്യനാണ്. പക്ഷെ പ്രധാനപ്പെട്ടൊരു കാര്യം, ഈ പൊതുവായ രാഷ്ട്രീയത്തിൽ പണ്ടത്തെ പോലെ ഒരു രാഷ്ട്രീയം എന്ത് ചെയ്യാൻ പറ്റില്ല. ഇനി കേരള രാഷ്ട്രീയത്തിൽ എന്നല്ല, ഇന്ത്യയുടെ ഏതൊരു സ്റ്റേറ്റിലും പഴയ പോലെ ഒരു തെരഞ്ഞെടുപ്പ് ഇനി ഒരു കാലത്തും ജയിക്കാൻ പറ്റില്ല. ഒരു ആൻറ്റി ഇൻകുംബൻസി കൊണ്ട് മാത്രം ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കാൻ പറ്റില്ല. 8 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് ജയിച്ചേക്കുന്നത് ആൻറ്റി ഇൻകുംബൻസിയെ മറികടന്നുകൊണ്ടാണ്. അപ്പോൾ അത്തരത്തിൽ വളരെ ചെറിയ വോട്ടുകൾക്ക് വളരെ ചെറിയ ശതമാനത്തിലൊക്കെ ആളുകൾ ജയിച്ചു പോകുന്ന ഒരു അവസ്ഥയുണ്ട്. ഇവിടെ യഥാർത്ഥത്തിൽ ഇപ്പോൾ CPM-നെ സംബന്ധിച്ച് CPM പഠിക്കേണ്ട ഒരു പാടുണ്ട്. ഞാൻ പറയുന്നത് CPM 120 സീറ്റ് തോറ്റിരിക്കുകയാണ്.
കണക്ക് പ്രകാരം 102, പക്ഷെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ സി രവീന്ദ്രനാഥ് ജയിച്ചേക്കണം 123 വോട്ടിനാണ്. അപ്പൊ അത്തരത്തിൽ കുറച്ച് ആളുകൾ ഇപ്പൊ ആരൊക്കെ ജയിച്ചു? ഒന്ന് ടി.എൻ. പ്രതാപൻ തോറ്റു, ഒന്ന് ഞാൻ പറയുന്നത് മറ്റേ ഈ പുള്ളി നമ്മുടെ തീവ്രത കുറഞ്ഞ മറ്റേ പുള്ളി പി.കെ. ശശി എന്ത് ചെയ്തു? തോറ്റു. അപ്പൊ ഇത്തരം സ്ഥലങ്ങളിൽ കൂടി കോൺഗ്രസ് കുഴപ്പമില്ലാത്ത ആളുകളെ നിർത്തിയിരുന്നെങ്കിൽ എന്ത് ചെയ്താനെ? ജയിച്ചു. ബേപ്പൂരിലടക്കം ഒന്ന് ആലോചിക്കണം, 13-ൽ 12 സ്ഥലത്ത് കോൺഗ്രസ് ജയിച്ചു, പക്ഷെ ഒറ്റ സ്ഥലത്തെ തോറ്റുള്ളൂ. എവിടെ? ബേപ്പൂരിൽ മാത്രം. ഞാൻ പറഞ്ഞ ബേപ്പൂരിൽ മാത്രമേ തോറ്റുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞത് അത്തരത്തിലുള്ള ഒരു സ്ഥാനാർത്ഥി നിർണയം കൂടി കൃത്യമായി നടത്തിയിരുന്നു. കണ്ണൂരിലെ 2 സീറ്റുകൾ കുറഞ്ഞ വോട്ടിനാണ്, ഒന്ന് അഴീക്കോടും അതേപോലെ കൂത്തുപറമ്പും. അതെ. പിന്നെ ഇതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു കൾമിനേഷൻ കൂടി പറയാം. ഇതിന്റെ ഏറ്റവും ഒടുവിൽ ഇനി ഇതുകൊണ്ട് കൂടി ജയിച്ചില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട്, അതായത് പിണറായി വിരുദ്ധരുടെ എല്ലാവരുടെയും ഏകോപനം അതിഗംഭീരമായി സതീശൻ സാധ്യമാക്കി. ഏത്? കെ.സി. ഉപേഷ് ബാബു മുതൽ നിങ്ങൾ അറിയേണ്ടത് ഈ പറയുന്ന ആസാദ് വരെയുള്ള നിരവധി ആളുകളെ മുഴുവൻ എന്ത് ചെയ്തു? പിണറായിക്ക് എതിരായിട്ട് സംസാരിപ്പിക്കാൻ കഴിഞ്ഞു. ഇതോടൊപ്പം എന്താ, ആരിഫ് ഹുസൈൻ തെരുവോത്ത് മുതൽ സി രവിചന്ദ്രൻ വരെ കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജിയെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ നിരവധി ആളുകൾ ഇവരെല്ലാവരെയും ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഒരു വിജയം കണ്ടു. ഇനി ഏറ്റവും ഒടുവിൽ ഒരു കേക്കിന്റെ പുറത്തൊരു ചെറിയ പോലൊരു സാധനം കൂടി വെച്ചു. അതെന്താണെന്നറിയോ? ഞങ്ങളാണ് യഥാർത്ഥ ഇടതുപക്ഷം, നെഹ്റൂവിയൻ ലെഫ്റ്റ് ഞങ്ങളാണ് എന്ന് പറയുന്ന ഒരു അസംതൃപ്തി, അതായത് സച്ചിദാനന്ദൻ മാഷൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു അസംതൃപ്തി കൂടി കൃത്യമായിട്ട് എന്ത് ചെയ്തു? മുതലാക്കാൻ പറ്റി. അതിൽ അദ്ദേഹത്തിന്റെ പ്രസംഗമുണ്ട്. അദ്ദേഹം കോഴിക്കോട് പ്രസംഗിക്കുമ്പോൾ ഞാൻ നേരിട്ട് കണ്ടിട്ട്, ഞാൻ എൻ്റെ തൊട്ടുപുറത്ത് മലബാർ പാലസിൽ താമസിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ കണ്ടത്, നിങ്ങൾ നല്ല സഹാക്കന്മാരെ കണ്ടാൽ നിങ്ങൾ ഒരിക്കലും അവരോട് വെറുപ്പ് കാണിക്കരുത്, നിങ്ങൾ അവരെ തോളത്ത് കയറ്റി പിടിച്ചോളാം, സ്നേഹിച്ചോളാം, കെട്ടിപ്പിടിച്ചോളാം. കാരണം ഇത്തരത്തിൽ എല്ലാവരുടെയും ഒരു സേവിയറായി തീരുകയും ജി സുധാകരൻ മുതൽ കുഞ്ഞികൃഷ്ണ വരെയുള്ള ആളുകളെ എന്ത് ചെയ്യുകയും ചെയ്തു? നിർത്തുകയും ചെയ്തു. ഇതെല്ലാം ഞാൻ പറയുന്നത് വെറുതെ ഒരു സുപ്രഭാതം സംഭവിച്ചതല്ല. ഇതെല്ലാം അടിത്തട്ടിൽ കൃത്യമായ പഠനം നിരന്തരമായി നടത്തുകയും ഘട്ടം ഘട്ടമായി ഇത് എന്ത് ചെയ്യുകയും ചെയ്തു? ഡെവലപ്പ് ചെയ്തുകയും ചെയ്തു. അതോടൊപ്പം പക്ഷേ ഈ വെള്ളാപ്പള്ളി അതേപോലെ സുകുമാരൻ നായർ ഇവരുടെ ഒരു തടവറയിൽ നിൽക്കുന്ന മാതിരിയായിരുന്നു രമേശ് ചെന്നിത്തല. അതേസമയത്ത് വി ഡി സതീശൻ അവർക്ക് എപ്പോഴും എതിരായിട്ടുള്ള ആളായി മാറുകയും ചെയ്തു. എത്രമാത്രം ഗുണം ചെയ്തിട്ടുണ്ട്? അല്ല, അങ്ങനെ നിന്നതിൻ്റെ പേരിൽ മാത്രമാണ് സതീശൻ രക്ഷപ്പെടുന്നത്. അതിന് പകരം അവരുടെ കീഴിൽ നിൽക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ അവരെ എന്താണ് പൂർണ്ണമായിട്ട് ആശ്രയിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ അവരെ പ്രീണിപ്പിക്കുന്ന ഒരാൾ, അങ്ങനെയായിരുന്നു ഈ സതീശന് ഒരു രക്ഷ ഉണ്ടാവില്ലായിരുന്നു. രമേശ് ചെന്നിത്തല അങ്ങനെ ഇല്ല. അത് പക്ഷേ രമേശ് ചെന്നിത്തലയെ നായരാക്കാനായിട്ട് സുകുമാരൻ നായർ ശ്രമിച്ചു. രമേശ് ചെന്നിത്തലക്ക് അതിനകത്ത് രക്ഷപ്പെടാൻ പറ്റിയില്ലെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഞാൻ അടിസ്ഥാനപരമായിട്ട് ഈ വിജയം എന്ന് പറയുന്നത് ഇവർ രണ്ടുപേരും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ രമേശ് ചെന്നിത്തല പരാജയപ്പെട്ടത് ഇതുകൊണ്ടൊന്നും ആയിരുന്നില്ല, അത് കോവിഡ് കൊണ്ട് തന്നെയായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അല്ല, തീർച്ചയായിട്ടും 5 കൊല്ലം കഴിഞ്ഞ് തീർച്ചയായിട്ടും പുറത്തു പോകുമായിരുന്നു. പുറത്തു പോകാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം അതായിരുന്നു. അന്നത് പറയുന്നതും എന്നോട് ലാസ്റ്റ് ഇന്റർവ്യൂവിൽ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം കോവിഡ് വന്നതാണ് എൻ്റെ പരാജയത്തിന് കാരണം. അല്ല, അത് നമ്മളെ പൊളിറ്റിക്സ് നമ്മൾ മനസ്സിലാക്കുന്ന സമയത്ത് അങ്ങനെ തന്നെ കണക്കാക്കേണ്ടതാണ്. അങ്ങനെ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ അന്ന് മുഖ്യമന്ത്രി ആകേണ്ടിയിരുന്നത് രമേശ് ചെന്നിത്തല ആവുമായിരുന്നു. കാരണം ഈ 5 വർഷം കഴിയുമ്പോൾ ഇറങ്ങും. കാരണം എന്ന് വെച്ചാൽ എത്രമാത്രം വെറുപ്പിക്കലാണ് പിണറായി വിജയൻ അടക്കം ചെയ്തിരിക്കുന്നത്. ആ വെറുപ്പിക്കൽ മുഴുവനും ആളുകൾ മാറ്റിവെച്ചത് ഒറ്റ കാരണത്തിൻ്റെ പേരിലാണ്. ആരും പ്രതീക്ഷിച്ചിരുന്നില്ല 2ാം പിണറായി സർക്കാരിനെ. 3ാം പിണറായി സർക്കാരിനെ പിന്നെയും ആളുകൾ പ്രതീക്ഷിച്ചിരുന്നു. അതെ, മനസ്സിലായി. 2ാം പിണറായി സർക്കാർ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനും പ്രതീക്ഷിക്കാത്തതാണ്. അങ്ങനെ പ്രതീക്ഷിക്കാത്ത സമയത്ത് അവർ വിജയിച്ചതിൻ്റെ കാരണം അതുമാത്രമായിരുന്നു. നമുക്കൊരിക്കലും ഈ വി ഡി സതീശൻ്റെ പ്രവർത്തനത്തെയും അതുപോലെ രമേശ് ചെന്നിത്തലയുടെ പ്രവർത്തനത്തെയും ആ രീതിയിൽ താരതമ്യം ചെയ്യാൻ പറ്റില്ല. താരതമ്യം ചെയ്യുന്നത് ശരിയല്ല. കാരണം രണ്ടുപേരുടെ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ രണ്ടാണ്. പക്ഷെ സതീശനെ നമ്മൾ എടുക്കുന്ന സമയത്ത് നേരത്തെ രതീഷ് പറഞ്ഞവരെ വളരെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് ഓരോരോ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. ആ പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോയ കാര്യങ്ങളിലൊക്കെ അദ്ദേഹത്തിന് വിജയിക്കാനായിട്ട് കഴിയുന്ന തരത്തിൽ ഭരണപക്ഷം ആവശ്യമായ സൗകര്യങ്ങൾ മുഴുവൻ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വി ഡി സതീശൻ്റെ വിജയത്തിൽ പകുതി 50% എന്ന് പറഞ്ഞാൽ പിണറായിക്കാണ് ഞാൻ കൊടുക്കുന്നത്. പിണറായിയാണ് വി ഡി സതീശനെ വിജയിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും, ഉറപ്പായിട്ടും അതങ്ങനെയാണ് വരുന്നത്. എന്താണ് ഈ വീണ ജോർജൊക്കെ ഒന്ന് കാണിച്ചുകൊണ്ടിരുന്നത്? നമുക്കറിയാവുന്ന കാര്യമല്ലേ. എല്ലാ മന്ത്രിമാരും അത്യാവശ്യത്തിന് വെറുപ്പിക്കലും ആളുകളെ പുറത്താക്കലും ഒക്കെ നടത്തിക്കൊണ്ടിരുന്നു. ഒടുക്കത്തെ ധാർഷ്ട്യമാണ് ഉമ്മാർക്കൊക്കെ ഉള്ളത്, അഹങ്കാരം. നീ അതൊക്കെ പറഞ്ഞോ, എനിക്ക് സൗകര്യമില്ല അത് കേൾക്കാൻ എന്ന നിലപാട്. വീട്ടിൽ പോയി പറഞ്ഞാൽ മതി. അങ്ങനെ അല്ല, അതൊക്കെ അതിൻ്റെ വേറെ ഭാഷകൾ. പൊതുവുള്ള ഫീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതല്ലേ, ആളുകളുടെ നെഞ്ചത്ത് കയറാൻ നടക്കുന്നതായിട്ടുള്ള ഒരു ഭരണകൂടത്തെ ആളുകൾ കെട്ടിത്തൂക്കും. അത് കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. അത് ചെയ്യുന്നതിൽ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രവർത്തനം പ്ലാനിങ് നടത്താനായിട്ട് വി ഡി സതീശന് കഴിഞ്ഞിട്ടുണ്ട്. അതാണ് അദ്ദേഹത്തിൻ്റെ വിജയമായിട്ട് വരുന്നത്.
പക്ഷെ ആ വിജയത്തിൽ 50% യുവന്മാരാണ്. ഈ വീണ ജോർജെ കാണിച്ചു കൂട്ടി എന്താണ് എനിക്ക് മനസ്സിലാവുന്നില്ല. സത്യത്തില് ഈ ശൈലജ ടീച്ചറെ മാറ്റി വീണ ജോർജിനെ കൊണ്ടുവന്നായിരിക്കാം കുറച്ചും കൂടെ സൗഭാഗ്യം ഉണ്ടായി കൊടുത്തിരിക്കുക VD സതീശന്. അല്ല, അത് ഒരാളുടെ കാര്യത്തിൽ മാത്രമല്ല. ഞാൻ പറഞ്ഞു പിണറായിക്ക് ഈ കാര്യങ്ങളൊന്നും അനലൈസ് ചെയ്യാനായിട്ട്, പിണറായിക്ക് 2 രീതിയിൽ അനലൈസ് ചെയ്യാം. വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിൻ്റെ കാര്യമായിട്ട് അനലൈസ് ചെയ്യാം, അതല്ലാതെ ഒരു പാർട്ടി മാൻ എന്ന നിലക്ക്, CPMൻ്റെ നേതാവ് എന്ന നിലക്ക്, പോളിറ്റ് ബ്യൂറോ എന്ന നിലക്ക് അയാൾ ഈ കേരളത്തിലെ ഭരണം കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. കണ്ടിരുന്ന ഈ അവധ തോന്നിയാസങ്ങൾ അയാൾ കാണിക്കില്ലായിരുന്നുള്ളതാണ്. ഒരു ഭരണം കഴിഞ്ഞ് അടുത്ത ഭരണത്തിലേക്ക് വരുന്ന സമയത്ത് ആ ഭരണത്തിലേക്ക് അവരെ കൊണ്ടുവന്ന ആരോഗ്യവകുപ്പ് മന്ത്രിയെ ഇയാളെടുത്ത് പുറത്തിട്ടിരിക്കുന്നു. ഇയാളേക്കാൾ കൂടുതൽ അംഗീകാരം അവർക്ക് കിട്ടിയെന്നുള്ള കാരണം മാത്രം ഉണ്ടായിരുന്നു. അതാണ് പ്രശ്നം, കാരണത്തിൻ്റെ പേരിൽ. അത് മാത്രമല്ല, ഇപ്പോൾ നമ്മൾ ഈ തവണ ഇവരെ സഹായിച്ച സുധാകരൻ എത്രയല്ല മന്ത്രിയായിരുന്നു അവരുടെ. ഈ സുധാകരനെ പോലെയുള്ള ആളുകളെ പുറത്താക്കുക, തോമസ് ഐസക്കിനെ പുറത്താക്കുക, അന്നുണ്ടായിരുന്ന പ്രഗത്ഭന്മാരായിട്ടുള്ള മുഴുവൻ ആളുകളും പുറത്ത് നിർത്തിയിട്ട് കുറേ പിള്ളേരെ കയറ്റിയ ആൾ മന്ത്രിസഭ ഉണ്ടാക്കി അത് വെച്ച് ഭരിക്കാനായിട്ട് തീരുമാനിക്കുന്നു. ഒറ്റ ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ, ഞാൻ പറയണത് മാത്രം ഇവിടെ നടക്കാൻ പാടുള്ളൂ, അതിനനുസരിച്ചിട്ട് കുണുങ്ങുന്ന ആളായിരിക്കണം കൂടെ ഉണ്ടാകുന്നത്. ഇതാണ് ഭരണത്തിൻ്റെ സംവിധാനം എന്ന് പറയുന്നത്. അത്ര മോശമായിട്ട് പ്രവർത്തിച്ച ഒരു സർക്കാരിനെ ആൾ അടിച്ചിറക്കുന്നതിൽ വളരെ കൃത്യമായിട്ടുള്ള പ്ലാനിങ് മുന്നോട്ട് വെക്കാനും അതിനനുസരിച്ച് കരുക്കൾ നിൽക്കാനുമായിട്ട് സതീശന് കഴിഞ്ഞു. അത് സതീശൻ്റെ വിജയവും സതീശൻ്റെ കാലവും രമേശിൻ്റെ ആ ഭാഗ്യം കിട്ടിയില്ല. രമേശ് പറഞ്ഞൊരു കാര്യം ഞാനെങ്ങനെ കണക്കാക്കുന്നത്? അല്ല, മാഷ് പറഞ്ഞ കാര്യം കറക്റ്റാണ്. പക്ഷെ നമ്മൾ തമ്മിൽ കഴിഞ്ഞ തവണ ഡിസ്കഷൻ ഉണ്ടായപ്പോൾ തന്നെ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. അന്ന് രമേശ് ചെന്നിത്തലക്ക് പ്രതികൂലമായിട്ടുള്ള നിരവധി കാര്യങ്ങളുണ്ടായിരുന്നു. അന്ന് പിണറായി വിജയന് അനുകൂലമായിട്ടുള്ള ഒരുപാട് കാരണങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് ഇത് രണ്ടുപേരെ തമ്മിൽ കമ്പയർ ചെയ്യുന്ന അനൗചിത്യമുണ്ട്. പക്ഷേ ഞാൻ അന്ന് പറഞ്ഞു തുടങ്ങിയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. നമ്മൾ പഴയ വീഡിയോ എടുത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം. അന്ന് ഞാൻ പറഞ്ഞു തുടങ്ങിയ ഒരു സ്റ്റേറ്റ്മെന്റ്, രമേശ് ചെന്നിത്തല ആയിരുന്നുവെങ്കിൽ, ഒരുപക്ഷെ സതീശനായിരുന്നുവെങ്കിൽ ഇത്ര ഗംഭീരമായിട്ടുള്ള ഒരു വിജയം ഇത്തവണ ഉണ്ടാവുമായിരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ, രമേശ് ചെന്നിത്തല ഈ പറയുന്ന സാധാരണ ഒരു പ്രതിപക്ഷ നേതാവ് കേരളത്തിൽ എങ്ങനെ വർക്ക് ചെയ്യും എന്നുള്ള രീതിക്ക് മാത്രം വർക്ക് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ള ആളാണ്. സതീശൻ അങ്ങനെയല്ല. കാരണം എന്ന് വെച്ചാൽ സതീശൻ ഇപ്പോൾ ആ സമയത്താണെങ്കിൽ ശരിയാണ്, ഭാഷ പറഞ്ഞാൽ കോവിഡിന്റെ സമയത്തൊന്നും ചെയ്യാൻ പറ്റില്ല, മറ്റു കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ രമേശ് ചെന്നിത്തലക്ക് ഇതും കൂടി ഉണ്ടായിരുന്നു. ഇതൊക്കെ ആണെങ്കിലും ഉറപ്പായിട്ട് രമേശ് ചെന്നിത്തല ജയിക്കുമെന്നാണ് പുള്ളി വിചാരിച്ചോണ്ട്. മനസ്സിലായി? അതാണ് അതിന്റെ കാര്യം. അതാണ്. പക്ഷെ ഇത്തവണ പോലും 80-85 സീറ്റുകളിലേക്ക് ഒതുങ്ങുമായിരുന്ന UDFനെ വലിയ തോതിൽ എത്തിച്ചതിൽ സതീശന്റെ ബുദ്ധിയുണ്ട്. അതൊന്ന് തീർച്ചയായിട്ടും ഒരുപാട് സാഹചര്യങ്ങൾ ഒതുങ്ങി. ഇപ്പൊ മാഷ് പറഞ്ഞ മാത്രമല്ല, ഇപ്പൊ കഴിഞ്ഞവണത്തെ മന്ത്രിമാരൊക്കെ കുറെ കൂടി ബെറ്റർ ആയിരുന്നു. ഇത്തവണത്തെ മന്ത്രിമാർ അത്രത്തോളം എക്സ്പീരിയൻസ്ഡ് അല്ല. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഇപ്പൊ PV അൻവർ അടക്കമുള്ള ആളുകൾ വിട്ടുപോവുകയും അത് BJPയുമായിട്ടുള്ളൊരു ബന്ധം ആരോപിക്കുകയൊക്കെ ചെയ്തത് അപ്പുറത്തുള്ള ന്യൂനപക്ഷ കൺസോൾട്ടേഷൻ ഒക്കെ കൂട്ടി എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. CPMന്റെ നിലപാടുകളും 2024 കഴിഞ്ഞ് മാറിയതൊക്കെ തന്നെ ഗുണകരമായിട്ടുണ്ട്. പക്ഷെ ഇതിനേക്കാളൊക്കെ ഉപരി ഞാൻ പറയുന്നൊരു കാര്യം, ഇതിനെല്ലാം വളരെ കൃത്യമായി ഉപയോഗപ്പെടുത്തുന്നതിൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു ധാരണയുള്ള ഒരാളായിരുന്നു സതീശൻ എന്ന് പറയുന്നത്. അത് മാത്രമാണ് ഞാൻ പറയണത്. അത് സത്യം പറഞ്ഞപ്പോൾ രമേശ് ചെന്നിത്തല ആയിരുന്നു ഈ പൊസിഷനിലെങ്കിലും ചിലപ്പോൾ ഒരു 80-85, കാരണം ഈ സർക്കാരിനെതിരെയുള്ള രോഷം കൊണ്ടിട്ട് ഉറപ്പായിട്ടും ജയിക്കുമായിരുന്നു. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത്തരത്തിലുള്ള വലിയൊരു വിജയത്തിലേക്ക് ഒരുപക്ഷെ എത്തിക്കാൻ കഴിയില്ലായിരുന്നു. സതീശൻ ആകെ ചെയ്യാതിരുന്നൊരു കാര്യം ഞാൻ വിചാരിക്കുന്നത്, സതീശൻ ഇത്തവണത്തെ ഈ പറയുന്ന പോലെ പാർട്ടിക്കുള്ളിൽ വലിയ ശക്തിമാനായി മാറുകയും MLA മാരെ നിർണ്ണയിക്കുന്നതിലൊക്കെ അദ്ദേഹം അതിനും പല വഴികളൊക്കെ കണ്ടിരുന്നു. പക്ഷെ അതെന്ത് ചെയ്തില്ല, ചെയ്യാൻ പറ്റിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഞാൻ പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, ഇതിൽ ഇദ്ദേഹത്തിന്റെ ഒരു മിടുക്ക് കൂടി ഇതിനകത്ത് കുറെ കൂടി വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് മാത്രം ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യം. ഞാൻ ഒറ്റ കാര്യം പറയാം. ഇവിടെ തൃക്കാക്കര മുതൽ പുതുപ്പള്ളി, പാലക്കാട്, നിലമ്പൂർ ഈ സ്ഥലങ്ങളിൽ സതീശൻ അവിടെ ഇലക്ഷൻ വിജയിച്ചതിനെ കുറിച്ച് ഞാൻ പഠിക്കാൻ പോയപ്പോൾ സതീശനാണ് അവിടെ കൃത്യമായി അവിടെ ഇലക്ഷൻ മാനേജ്മെന്റ് നടത്തിയിട്ടുള്ളത്. ഓരോ മേഖലയിലുള്ള ആളുകളെ കണ്ട്, സംഘടനകളായാലും സമുദായമായാലും അവരുടെ പ്രത്യേക മീറ്റിങ്ങുകൾ കണ്ടെത്തി അവരെ കോർത്തിണക്കി വിജയത്തിൽ ഭൂരിപക്ഷത്തിലെത്തിക്കാൻ അദ്ദേഹത്തിൻ്റെ ഇലക്ഷൻ എഞ്ചിനീയറിംഗ് ആയിരുന്നു കാരണം. ഇത് അദ്ദേഹം കംപ്ലീറ്റ് മറ്റുള്ള ഇലക്ഷനിലേക്കും, അതായത് ലോക്സഭാ ഇലക്ഷനിലും തദ്ദേശ സ്വയംഭരണ ഇലക്ഷനിലേക്ക് അത് വ്യാപിപ്പിച്ചു. ഓരോ ബൂത്ത് തലത്തിലും UDFനെ ഡെവലപ്പ് ചെയ്തു. അതുകൂടി പ്രധാനപ്പെട്ട ഘടകമാണ്. കാരണം അങ്ങനെ സജ്ജമല്ലായിരുന്നെങ്കിൽ ഇത്രയധികം സംഘടിതമായി വോട്ട് ചെയ്യലായിരുന്നു. കാരണം UDF ആകെ തകർന്നു കിടക്കുകയായിരുന്നു. അതും കൂടെ ഒരു പ്രധാന ഘടകമാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ദൈവഹിതമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. രമേശ് ചെന്നിത്തലയുടെ ജോലിസ് നോക്കിയപ്പം അദ്ദേഹം മുഖ്യമന്ത്രി ആവില്ല എന്നാരോ പറഞ്ഞിട്ടുള്ളത്. ഒരു വിക്ടറി നമ്മൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അതിന് പ്ലാനിങ് ആവശ്യമാണ്. ആ പ്ലാനിങ് കൃത്യമായിട്ട് സതീശൻ്റെ കയ്യിലുണ്ട്, സതീശനെ നിർവഹിക്കുകയും ചെയ്തു. അതാണ് വേണമെങ്കിൽ. എനിക്ക് പക്ഷേ ഈ രണ്ട്
ഡിഫറെൻറ്റ് പൊളിറ്റിക്കൽ സിറ്റുവേഷൻ രമേശിനെയും അതുപോലെ തന്നെ സതീശിനെയും നമ്മളെ കമ്പയർ ചെയ്യുന്നത് അങ്ങനെ ശരിയാണ്. സതീശൻ വളരെ കൃത്യമായിട്ട് കാര്യങ്ങളായി ചെയ്തു. രമേശ് ചെന്നിത്തല ഒക്കെ നമുക്കിപ്പോൾ അതിനകത്ത് കമ്പയർ ചെയ്യാൻ പറ്റാത്തതിൻ്റെ പേരിൽ ഞാനത് വിടുകയാണ്. അതിലുപരി മുന്നണിയെ ഒറ്റക്കെട്ടാക്കി. കാരണം ലീഗിനെയും അതേപോലെ ജോസഫ് എല്ലാവരെയും കോർത്തിണക്കാൻ കഴിഞ്ഞു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ അവസാനം അവർ രക്ഷയ്ക്ക് എത്തിയത്. ഇതിനകത്ത് ഉള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് ഇവരുടെ എല്ലാവരുടെ ആവശ്യമായിരുന്നു. എല്ലാവരുടെ ആവശ്യമാണ്. ചത്തൂരൊക്കെ RSP ഉണ്ടാവില്ല ഇവിടെ. അല്ല, കേരള കോൺഗ്രസ് ഉണ്ടാവില്ല, മുസ്ലിം ലീഗ് ഉണ്ടാവില്ല, ആരും ഉണ്ടാവില്ല ഈ ഭരണത്തിലേക്ക് തിരിച്ചു വന്നില്ലെങ്കിൽ. ഇതിനകത്ത് നേരത്തെ പറഞ്ഞ രണ്ട് സാഹചര്യങ്ങളുടെ അനുകൂലം കൂടിയുണ്ട്. കാരണം മാഷ് പറഞ്ഞ പോലെ ഇപ്പൊ PG ജോസഫിനോ അല്ലെങ്കിൽ മുസ്ലിം ലീഗിനോ ഒന്നും ഇത്തവണ ഭരണം കിട്ടാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവര് ഒത്തുചേർന്ന് നിന്നേ പറ്റൂ. ആ ഒരു സിറ്റുവേഷനിലേക്കായിരുന്നു തോന്നുന്നു. പക്ഷേ താങ്കൾ പറഞ്ഞ പോലെ ഇതിനകത്തുണ്ടായ ഏറ്റവും വലിയൊരു പ്രതീക്ഷ എന്താണെന്ന് വെച്ചാൽ ഈ ഉപതെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞപ്പോൾ തന്നെ ജനത്തിന് ഇത് കോൺഗ്രസിന് ഇനിയും തിരിച്ചു വരാൻ കഴിയും, ജയിക്കാൻ കഴിയുമെന്ന് പറയുന്ന ഒരു പ്രത്യാശ സാധാരണ വോട്ടർമാർക്ക് കൊടുക്കാൻ കഴിഞ്ഞു. അത് ഇദ്ദേഹം വലിയ തോതിൽ എഫേർട്ട് ഇടാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള ഒരു വാസ്തവമാണ്. പിന്നെ ഇതിനകത്ത് ഇപ്പം ഈ 10 കൊല്ലം കഴിഞ്ഞുള്ള തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാനുള്ള വലിയൊരു പ്രശ്നവും കൂടി ഉണ്ട്. ആ പ്രശ്നം ഉണ്ടായില്ല എന്നുള്ളതാണ് എൻ്റെ വ്യത്യാസം. അതെന്ന് വെച്ചാൽ വിമതശല്യവും അതുപോലെ തന്നെ വലിയ തോതിലുണ്ട്. അത് യഥാർത്ഥത്തിൽ VD സതീശൻ മാത്രമല്ല, ഈവൻ KC വേണുഗോപാലിനെ പോലുള്ള ആളുകൾ പോലും ഇടപെട്ട് അത് ഒഴിവാക്കി വലിയ പങ്കുണ്ട്. കാരണം അദ്ദേഹം പണമടക്കമുള്ള നിരവധി കാര്യങ്ങളിൽ ഒരു പഞ്ഞുമില്ലാതെ ഇവിടെ എന്ത് ചെയ്തു എത്തിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പം ഇത് കൊണ്ട് എല്ലാം കൊണ്ടും ഇത്തവണ വളരെ ഫേവറബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. പക്ഷേ ഇതിൻ്റെ ഇടയിൽ ഞാൻ പറയുന്നത് സതീശൻ തൻ്റെ ഇമേജ് കൃത്യമായി ബിൽഡ് ചെയ്ത് ഒരു കേരളത്തിൽ ഇതിൽ നിന്ന് രക്ഷിക്കാൻ പോകുന്ന ഒരാളാണ് എന്ന് പറയുന്ന ഒരു ഇമേജ് കൊടുത്തിരുന്നു. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, മുനമ്പത്ത് വന്ന് പുള്ളി പ്രസംഗിക്കുമ്പോൾ, മുനമ്പ് സമരത്തിൽ പുള്ളി പ്രസംഗിക്കുമ്പോൾ പുള്ളി പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പേടിക്കണ്ട, ഒരു 1.5 കൊല്ലം കൂടി കഴിഞ്ഞ് ഞാൻ 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കാതാണ്. അപ്പോൾ എന്താ വെച്ചാൽ അന്ന് മുതൽ പുള്ളി അങ്ങനെ ഒരു കോൺഫിഡൻസ് കൊടുക്കുകയാണ്. ആ തന്ത്രങ്ങൾ കൃത്യമായി പുള്ളിയുടെ അല്ല, അല്ലെങ്കിൽ അത് വലിയ പ്രശ്നമായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കണം. അത് ക്രിസ്ത്യൻ അല്ലെങ്കിൽ മുസ്ലിം എന്ന് പറയുന്ന ഒരു ഭിന്നതയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് മുസ്ലിം ലീഗുമായിട്ട് ഞാൻ സംസാരിച്ചു, കുഞ്ഞാലിക്കുട്ടി സാഹിബായിട്ട് സംസാരിച്ചു. അവർക്ക് ഇങ്ങനെ ഒരു ക്ലെയിം ഇല്ല, വഖഫ് ബോർഡ് ക്ലെയിം ഇല്ല എന്ന് പറയുന്ന ഒരു കാര്യം അവർ കൂട്ടിയിട്ട് അത്ര വളരെ ഷാർപ്പായിട്ടുള്ള ഒരു ഇടപെടൽ അദ്ദേഹത്തിന് ഭാഗത്തുണ്ടായിരുന്നു. ഇതിൽ അദ്ദേഹത്തിന്റെ തന്ത്രങ്ങളില്ലെന്നോ അദ്ദേഹം വളരെ ക്ലീൻ ആയിട്ട് ജയിച്ചാണെന്നല്ല, ന്യൂനപക്ഷ ഏകീകരണത്തിന് വേണ്ടി കൃത്യമായൊരു തന്ത്രം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ തന്ത്രം എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. അത്രത്തോളം എന്ത് ചെയ്തിട്ടില്ല. വെള്ളാപ്പള്ളി ഉണ്ടാക്കിക്കൊടുത്ത ന്യൂനപക്ഷ ഏകീകരണം വേറെ ആരും ഉണ്ടാക്കി കൊടുത്തില്ല എന്നുള്ള സത്യം. അല്ല, വെള്ളാപ്പള്ളി പറയുന്ന കക്ഷിയും സുകുമാരൻ നായർ എന്ന് പറഞ്ഞ കക്ഷിയും നമ്മുടെ ഈ പൊളിറ്റിക്കൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അപ്രസക്തരായ 2 കഥാപാത്രങ്ങളാണ്. ഈറ്റിങ്ങൾ പൊക്കിക്കൊണ്ട് നടക്കുന്നവരാണ് മാധ്യമങ്ങളാണ്. കേരളത്തിലെ മാധ്യമങ്ങളെ ഇക്കാര്യത്തിൽ ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. എന്തിനാണ് അവർ നേരം വെളുത്ത് എഴുന്നേറ്റ് ഇവ മോശമായിട്ടുള്ള ഡയലോഗുകളൊക്കെ പറയുന്ന സമയത്ത് അതിന് വലിയ പ്രാധാന്യം കൊടുത്ത് പ്രചരിപ്പിക്കുന്നത്? അല്ല, പക്ഷേ അത് മാത്രമല്ല, സതീശൻ ഇത് കൃത്യമായി പഠിച്ചിട്ടുണ്ട്. കാരണം സതീശൻ അറിയാവുന്നൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ കേരളത്തിൽ ഒരു 85-90 ലക്ഷത്തോളം വരുന്ന ഈഴവരുണ്ട്. ഒരു 40 ലക്ഷത്തോളം 45 ലക്ഷത്തിൽ താഴെ വരുന്ന ഈ പറഞ്ഞ പോലെ നായർ സമൂഹമുണ്ട്. അതിൽ തന്നെ ഒരുപാട് പേര് പുറത്തൊക്കെയാണ്. അത് വേറെ നിൽക്കട്ടെ. ഈ സമുദായങ്ങളൊന്നും തന്നെ കൺസോളിഡേറ്റഡ് അല്ല എന്നുള്ളത് കൃത്യമായിട്ട് സതീശൻ അറിയാം. കാരണം ഇതിൽ നിന്ന് കൂടി വന്ന ഒരു 5% ഒരു 3% 4% കൺസോളിഡേറ്റഡ് ആണെന്ന് മാത്രമല്ല, ഇവർ രണ്ടുപേരും കേൾക്കൂല. അവര് പറയുന്നതിനെതിരായിട്ട് അവർ ചെയ്യുള്ളൂ. അതുപോലെ കൃത്യമായിട്ട് സതീശൻ അറിയാം. സതീശൻ അതിനനുസരിച്ച് നന്നായിട്ട് വക്കുകയും ചെയ്തു. അത് മാത്രമല്ല, കേരളം ആഗ്രഹിക്കുന്ന ഒരു സെക്യുലർ ഫീലിംഗ്, അത് കൃത്യമായിട്ട് സതീശൻ പ്രധാനപ്പെട്ട കാര്യമായിട്ട് എനിക്ക് തോന്നിയിരുന്ന ഒരു കാര്യം. അതായത് മതേതരത്വം എന്നുള്ള വാക്ക് ഇംപ്ലിമെന്റ് ചെയ്തിട്ട് അദ്ദേഹം കൃത്യമായി അപ്ലൈ ചെയ്തു. അത് താനാണ് അത് എന്ന് അദ്ദേഹം സ്ഥാപിച്ചെടുക്കുന്നത്. അങ്ങനെ ഒരു ഫീല് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ അദ്ദേഹം നിലപാടിന്റെ രാജകുമാരനാണെന്ന് വരുത്തിക്കുന്നതിൽ പല സംഭവങ്ങളിലും വലിയ പരാജയമായിട്ട് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് ജമാഅത്തെ ഇസ്ലാമി. തീർച്ചയായിട്ടും വലിയ പരാജയമാണ്. അതിന്റെ ആവശ്യമില്ല എന്തായാലും. അല്ല, അതുകൊണ്ടാണ് ഞാൻ മാഷോട് തിരുത്തി പറഞ്ഞത്. അങ്ങനെ ഒരു ഫീൽ എത്തിക്കുന്നതിൽ വിജയിച്ചു. യാഥാർത്ഥ്യം അതല്ല. യാഥാർത്ഥ്യം ഇനി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വിഭാഗീയതയും വിഭജനവും ഒക്കെ കേരളത്തിൽ ഇനിയും കൂടാൻ ഉള്ള സാധ്യത. അല്ല, ഇതിപ്പോ ഇനിയിപ്പോ ഇവര് ഭരണം വന്നതിന് ശേഷമാണ് നമുക്ക് ഈ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. എന്തായാലും രമേശ് ചെന്നിത്തലയ്ക്ക് അതിൻ്റെതായ ഗുണങ്ങളുണ്ട്, അതേപോലെ VD സതീശന് അതിൻ്റെ ഗുണങ്ങളുണ്ട്. പക്ഷേ ലക്ഷ്യത്തിലെത്താൻ VD സതീശനാണ് കഴിഞ്ഞിട്ടുള്ളത്. അതിനുള്ള കാരണങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് അടുത്ത എപ്പിസോഡ് വരെ കാത്തുക. ഇനിയും വളരെ ഇത്തരത്തെ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാം. നന്ദി, നമസ്കാരം.